ആളുകൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അവർക്ക് എന്ത് ലഭിക്കും എന്നതിനെക്കുറിച്ച് ഓർത്തല്ല, അവർക്ക് എന്ത് നഷ്ടപ്പെടും എന്നതിനെക്കുറിച്ച് ഓർത്താണ്. ഉദാഹരണം പറയാം. നിങ്ങളൊരു കോഴ്സ് ഇല്ല എന്ന് വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് കസ്റ്റമറോട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ കോഴ്സ് വാങ്ങിയാൽ കസ്റ്റമർക്ക് ജീവിതത്തിൽ 20% ഗ്രോത്ത് ലഭിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം കസ്റ്റമറും ചിന്തിക്കും. കസ്റ്റമർ പറയുകയാണ്, നിങ്ങളുടെ കോഴ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സ് സെല് ചെയ്യാൻ സാധിച്ചേനെ. നിങ്ങൾ പറയുകയാണ്, ഈ കോഴ്സ് താങ്കൾ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് 20% ഗ്രോത്ത് നഷ്ടപ്പെട്ടേക്കാം. അടുത്ത 6 മാസം ഇതേ ലെവലിൽ തന്നെ താങ്കൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇത് കേൾക്കുന്ന സമയത്ത് ആ കസ്റ്റമറിന്റെ ബ്രെയിൻ ഒന്ന് അലേർട്ട് ആവും. കാരണം മനുഷ്യ മനസ്സ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് നഷ്ടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്ന സമയത്ത് ഈ കുറച്ച് വാക്കുകൾ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഫ്രീ, ഓഫർ, ഡിസ്കൗണ്ട്. ഈ വാക്കുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറെ അധികം പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കൂട്ടും. അതിൽ പലതും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം നാളെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്ത് ഈ ഓഫർ അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ട് എനിക്ക് കിട്ടുമോ എന്നുള്ള പേടിയാണ് എന്നെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിച്ചത്. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോസ് അവേർഷൻ. അതുകൊണ്ട് നാളെ ഒരു കസ്റ്റമറിനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിന്നും എന്ത് ലഭിക്കും എന്ന് പറഞ്ഞ് സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിയില്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് ധരിപ്പിക്കുക. അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. പീപ്പിൾ ഡോണ്ട് ബൈ വാട്ട് ദേ വാണ്ട് മോർ, പീപ്പിൾ ബൈ വാട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ലൂസ്. ഇതുപോലെയുള്ള സെയിൽസ് ടിപ്സുകൾക്ക് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.